ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു തൊടുകുറിയാണ്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു നിയർ ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതും കൂടി നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 2 പൈൽസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ 2 പൈൽസും ലോർഡ് കൃഷ്ണയുടെ ഡിവൈൻ മെസ്സേജസ് ഉള്ള കാർഡുകളാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സ്റ്റഡി എന്നുള്ളൊരു കാർഡാണ്. സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് പീസ്ഫുൾ എന്നുള്ള കാർഡാണ്. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഈ 2 കാർഡുകളിൽ നിന്ന് ഒരു കാർഡ് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് കാർഡിനോടാണോ ഒരു അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഏത് കാർഡാണോ നിങ്ങളെ കോൾ ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളൊരു പയൽ ചൂസ് ചെയ്ത് കണ്ട് നോക്കിയിട്ട് അതുമായിട്ട് റെസനേറ്റ് ആയി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പയൽ കൂടി നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ആ ഒരു റെസനേഷൻ തീരുമാനിക്കുന്നത് നിങ്ങൾ ആദ്യമേ തന്നെ സെലക്ട് ചെയ്ത ആ ഒരു പയലിലുള്ള വീഡിയോ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു കണ്ടൻറ്റ് നിങ്ങളുമായിട്ട് മാച്ച് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസനേറ്റിംഗ് പോസിബിലിറ്റി വളരെയധികം കൂടുന്നതാണ്. അപ്പോൾ വളരെയധികം ഏകാഗ്രമായ മനസ്സോടുകൂടി ഈ 2 ഡിവൈൻ കാർഡുകളിൽ നിന്ന് ഒരു കാർഡ് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയലായിട്ടുള്ള സ്റ്റഡി എന്ന കാർഡ് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റഡി എന്നുള്ള കാർഡ് പറഞ്ഞു തരുന്നത് നമ്മളുടെ ആ ഒരു മൈൻഡിനെ കുറിച്ചാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സോൾ. അപ്പോൾ ഇവിടെ നമ്മൾ അചഞ്ചലമായിട്ടുള്ള ഒരു മനസ്സുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ലൈഫിൽ വലുതായിട്ടുള്ള ഒരു കഷ്ടനഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ്. എപ്പോഴും ഒരു ക്ഷമയില്ലായ്മ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിലും ഒരു തൃപ്തി ഇല്ലാത്തൊരവസ്ഥ, ആ ഒരു ഡിവൈനിൽ പോലും ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ജീവിതത്തിൽ എന്തെങ്കിലും കുറച്ച് ആവലാതികൾ വരുമ്പോൾ തന്നെ ആ ഒരു ഡിവൈനിനെ കുറ്റപ്പെടുത്തുക, ഇത് നമ്മളുടെ ഒരു കർമ്മദോഷമാണ് എന്ന് മനസ്സിലാക്കാതെ എല്ലാ പഴിയും ആരുടെയെങ്കിലും മേലേക്ക് ഇടാൻ ശ്രമിക്കുക. ആ ഒരു തരത്തിലൊക്കെയുള്ള നേച്ചറാണ് നമ്മളുടേതെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ശരീരവും മനസ്സും ബുദ്ധിയും അതുപോലെ നമുക്കുണ്ട് എന്ന് നമ്മൾ അഹങ്കരിക്കുന്ന നമ്മളുടെ കഴിവുകളും അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ എല്ലാം ആ ഒരു സുപ്രീം പവറിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സുപ്രീം പവർ നമ്മുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ പോവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റഡി മൈൻഡ് കിട്ടുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നമ്മളാകെ പരിഭ്രാന്തരായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു സുപ്രീം പവറിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ പയൽ ചൂസ് ചെയ്തവർക്ക് എന്തെല്ലാം ഭാഗ്യാനുഭവങ്ങളാണ് വരാനിരിക്കുന്നത്, എന്തെല്ലാമാണ് അവർ സൂക്ഷിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ഏതൊക്കെയോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട്, അതിന് നിങ്ങൾക്ക് ഉറച്ച ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന സമയമാകുമ്പോൾ നിങ്ങൾ ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടായിരിക്കാം അത് നീട്ടിക്കൊണ്ടു പോകുന്നു. നാളെ ആവട്ടെ, ഇന്നിപ്പോൾ വേണ്ട എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയാതെ ആകെ കഷ്ടപ്പെടുന്ന ഒരു മൈൻഡാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഒരു തടസ്സം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ വളരെ എളുപ്പം ശരിയായി കിട്ടുമെന്ന് നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് പതിയായി പോകുന്നു, അല്ലെങ്കിൽ നടക്കാത്ത രീതിയിലേക്കായി പോകുന്നു. ഇവിടെ തിരിഞ്ഞാലും ഒരു തടസ്സം, ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിഞ്ഞാലും ഒരു ശുഭമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഈ ഒരു പയൽ ചൂസ് ചെയ്തവരിൽ ഒരു കുറച്ചൊരു ശതമാനത്തിനെങ്കിലും അവർക്ക് എല്ലാം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ അവർക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടായാലും, ചിലപ്പോൾ ഫാമിലി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രെങ്ത് ഉള്ളൊരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എല്ലാം കൊണ്ടും ഉയർന്നൊരു പൊസിഷനിലായിരിക്കാം, നല്ല ജോലി ഉണ്ടാവാം, എങ്കിലും മനസ്സിന് സമാധാനമില്ല. എല്ലാം ഉണ്ട് പക്ഷെ സമാധാനം ഇല്ല എന്നുള്ള രീതിയിലുള്ള അവസ്ഥയുള്ള കുറച്ച് പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതുപോലെ തന്നെ പല കാര്യങ്ങളും ഇല്ലാത്തതോടൊപ്പം തന്നെ, പ്രത്യേകിച്ച് സാമ്പത്തിക മുതലായ കാര്യങ്ങൾ കുറഞ്ഞു നിൽക്കുകയും അതോടൊപ്പം തന്നെ വേറെ ചില പ്രശ്നങ്ങളും കൂടി കയറി വരികയും ചെയ്ത് വിഷമിക്കുന്ന ആ ഒരു വ്യക്തികളെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും.
മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പിരിമുറുക്കം അല്ലെങ്കിൽ അശാന്തമായിട്ടുള്ളൊരു മനസ്സ് തന്നെയാണ് ഈ ഒരു പയൽ ചൂസ് ചെയ്തവരിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെയോ ഒരു തീരുമാനത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന നേരം വരുമ്പോൾ നിങ്ങൾ മാറിപ്പോകുന്നു. അതേപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ നാളുകളായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു തൊഴിൽപരമായിട്ടുള്ള കാര്യമായിരിക്കാം, ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം. ഇപ്പോൾ ആ ഒരു സർക്കാർ ജോലി പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ട് കാത്തിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വിദേശത്തൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരിക്കാം. ഒരുപാട് നാളായിട്ട് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് വിചാരിച്ചൊരു റിസൾട്ട് വന്നിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോയൊരു വ്യക്തിയെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കാം. അവർ തിരിച്ചു വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ കൈവിടാതെ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിരിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കാണാനായിട്ട് സാധിക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു സൗഭാഗ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ കാത്തിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ, കുറേ നാളുകളായിട്ട് ക്ഷമയോടുകൂടി കാത്തിരുന്നത് എന്തിനു വേണ്ടിയാണോ ആ ഒരു കാര്യങ്ങൾ സക്സസ്ഫുള്ളായി എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടായിരിക്കാം അവർക്ക് ചിലപ്പോൾ വരാൻ പോകുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം കാണുന്നുണ്ട്. അത് നിങ്ങൾ തീർത്തും നനച്ചിരിക്കാത്ത ഒരു വഴിയിലൂടെ ആയിരിക്കാം നിങ്ങൾക്കത് കിട്ടുന്നത്. ചിലർക്കാണെങ്കിൽ ലോട്ടറി അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും ഒരുപാട് നാളുകളായിട്ട് പുറകെ നടന്നിട്ട് ശരിയാവാതിരിക്കുന്ന ഒരു ലോണായിരിക്കാം അത് പാസ്സായി കിട്ടുക, അല്ലെങ്കിൽ ചിട്ടി പോലെയുള്ള കാര്യങ്ങളിൽ ചേർന്നിരിക്കുന്നവർക്ക് നിങ്ങൾക്കായിട്ട് നറുക്ക് വീഴുക. അതായത് നിങ്ങളിവിടെ യാതൊരു ഹോപ്പും ഇല്ലാതെ ഉപേക്ഷിച്ചു പോയ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്നായിരിക്കാം. ആ ഒരു രീതിയിലുള്ള ഒരു ധനയോഗം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ കൺസീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്, അല്ലെങ്കിൽ ശുഭകരമായിട്ടുള്ള വാർത്ത നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പയൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാൾ പ്രധാനമായിട്ടുള്ള ആ ഒരു സമാധാനം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സമാധാനം, അല്ലെങ്കിൽ മനസ്സ് നിയന്ത്രിച്ച് നിർത്താനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. ആ ഒരു ഹീലിംഗ് നിങ്ങളിലേക്ക് വരുന്നു. ഏത് കാര്യമാണോ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തിനാണോ നിങ്ങൾ ഉത്തരം കിട്ടാതെ ആകെ ടയേർഡായിട്ടിരുന്നത്, നിങ്ങൾക്കതിലൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ചിലരുടെയെങ്കിലും ലൈഫിലേക്ക് അവർക്കൊരു പുതിയ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു പുതിയ പ്രണയമാവാം, അല്ലാന്നുണ്ടെങ്കിൽ സൗഹൃദമാവാം. നിങ്ങളിനിയിപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കാം തീർത്തും ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഒരുപാട് സ്നേഹം ലഭിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കെയർ എന്താണോ, നമ്മളൊരു സൗഹൃദമായാലും പ്രണയമായാലും അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എന്താണോ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പയൽ ചൂസ് ചെയ്തവർക്ക് ഒരു അഡ്വൈസായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമിതമായിട്ടുള്ള ധൃതി അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ വളരെ വേഗം വേണം, എനിക്കിപ്പോൾ തന്നെ കിട്ടണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാറ്റിവെക്കുക. അത് നിങ്ങളുടെ സമാധാനം കളയുന്ന ഒരു സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെ കാലത്തിനൊത്ത് സഞ്ചരിച്ചേ മതിയാവൂ. ആ ഒരു സ്റ്റക്നെസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ചിലർക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതൊരു ടോക്സിക്കായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവവും സമാധാനവും കളയുന്ന ഒരു തരത്തിലേക്ക് അത് വഴിമാറിപ്പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി വരാനായിട്ട് കഴിയണം. അല്ലെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾക്ക് തന്നെ സ്വയമേ ഒരു ഹീലിംഗ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സ്വയം വിചാരിക്കണം എന്നുള്ളൊരു അഡ്വൈസ് കൂടിയാണ്. പിന്നെ അതുപോലെ നമുക്കിവിടെയുള്ള ഒരു ഓവറോൾ എനർജി ആയിട്ട് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക.
ആ ഒരു ഡിവൈൻ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്, നമ്മൾ ഏത് പേരിട്ട് വിളിച്ചാലും ആ ഒരു ശക്തിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമുക്കിവിടെ ആദ്യം ആ ഒരു കിട്ടിയ സ്റ്റഡി കാർഡ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു സുപ്രീം പവർ ആണ് എല്ലാം തീരുമാനിക്കുന്നത്. ആ ഒരു ശക്തിയെ വിശ്വസിക്കുക. നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയലായിട്ടുള്ള പീസ്ഫുൾ എന്ന കാർഡ് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു മെയിൻ കാർഡ് പീസ്ഫുൾ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളുടെ മനസ്സിന് സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമാധാനം. മറ്റെന്ത് നമുക്ക് ചുറ്റും ഉണ്ടായെങ്കിലും സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ആ ഒരു സമാധാനം നമ്മൾക്ക് വേണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആ ഒരു സമാധാനം നമുക്ക് കൈവിട്ട് പോകുന്നത് നമ്മുടെ അമിത പ്രതീക്ഷകൾ കൊണ്ട് തന്നെയാണ്. പല കാര്യങ്ങളിലും നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഒരു റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പോലും ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു വ്യക്തി എനിക്ക് തിരിച്ചു തരണം, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകണം, അതുമല്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ആ വ്യക്തിക്കുള്ള അതേ കാര്യങ്ങൾ തന്നെ എനിക്കും കിട്ടണം. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി വാശി പിടിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ലോകം നിയന്ത്രിക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ളൊരു തോട്ട് നമ്മളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാനിങ് നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും നടത്തുന്നത് ആ ഒരു ഡിവൈൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മുടെ കർമ്മമാണ്. ആ കർമ്മം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് തനിയെ വന്നു ചേർന്നോളും. അതിന് പകരമായിട്ട് നമ്മൾ പലവരെയും കുറിച്ചും അല്ലെങ്കിൽ പല വസ്തുക്കളെക്കുറിച്ചുമുള്ള അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പ്രതീക്ഷകൾ മുഴുവൻ നടക്കാതെ ആവുമ്പോഴാണ് നമ്മൾ ആ ഒരു വിഷമത്തിലേക്ക് പോകുന്നത്. നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ആ ഒരു വ്യക്തി നമ്മളിലേക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷനാണ് ഇവിടുത്തെ ആ ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ആ ഒരു അമിത പ്രതീക്ഷകളും അതുപോലെ തന്നെ ആ ഒരു ഫോൾസ് ഈഗോ, നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു ഈഗോ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തിവെക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വഴിക്ക് സഞ്ചരിക്കാതെ നമ്മൾ നാളെ മണ്ണായി തീരേണ്ട വ്യക്തികൾ തന്നെയാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം നമ്മൾ ആ ഒരു ഡിവൈനിലേക്ക് സമർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവർക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഈ ഒരു പയൽ ചൂസ് ചെയ്തവരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നാണ് നിങ്ങളിപ്പോൾ കരകയറി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വലിയ മെൻ്റൽ ട്രോമ, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് തരണം ചെയ്ത് പോകാൻ സാധിക്കുമെന്ന് വിചാരിക്കാത്തൊരു പ്രശ്നം നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങളിപ്പോൾ പതിയെ കരകയറി വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളത് പാടെ തകർത്ത് കളഞ്ഞേക്കാം, എങ്കിലും നിങ്ങളുടെ ഒരു ആത്മബലം കൊണ്ട് നിങ്ങളത് സർവൈവ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാത്തതുപോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വിഷമവും ദുഃഖവും ഒന്നും മറ്റാരെയും കാണിക്കാതെ നിങ്ങൾ വളരെ ഓക്കെ ആണ് എന്നുള്ള രീതിയിലായിരിക്കാം ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്കും ചിലപ്പോൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയധികം മനോദുഃഖം ഉള്ളിലുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു സിറ്റുവേഷൻ തരണം ചെയ്ത് വന്ന ഒരാളാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത്രത്തോളം നിങ്ങൾ പുറമേ മറ്റുള്ളവരുടെ മുൻപിൽ യാതൊരു വിഷമോ ഇല്ലാത്ത പോലെ കൂളായിട്ടായിരിക്കാം ചിലപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു സെൽഫ് ലവിൻ്റെ പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റാരേക്കാളും വിശ്വാസം നിങ്ങളെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് നിങ്ങൾ കാണുന്നതും അവനവനെ തന്നെയാണ്. അത്രത്തോളം ഒരു സെൽഫ് കോൺഫിഡൻസ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളിനി ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് വേണമെങ്കിലും വരട്ടെ, അല്ലെങ്കിൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങളുടെ മൈൻഡ് മാറിയതായിട്ട് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഇവിടെ അതേപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ മുൻപിൽ ഓക്കെ ആയിട്ട് മാറുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് പതിയെ ആ ഒരു സ്ട്രെങ്തനിങ്ങിലേക്ക് വരുന്നുണ്ടാവാം. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബോഡി, ആ ഒരു ഫിസിക്കൽ ബോഡി വളരെയധികം വീക്കായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു കഴിഞ്ഞ കാല ട്രോമയുടെ ഫലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡോ അല്ലെങ്കിൽ ഉറക്കമോ ഒന്നും ഇല്ലാതെ കുറേ നാളുകളായിട്ട് ജീവിച്ചതിൻ്റെ ഒരു ഫലമാവാം. ഏതൊക്കെയോ തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രായം, നിങ്ങളുടെ ഒരു ഏജ് എത്രയാണോ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള രോഗങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം.
അപ്പോൾ ഇവിടെ നിങ്ങൾ അത്രത്തോളം മാനസികമായിട്ട് തകർത്ത് കളഞ്ഞ ആ ഒരു ഇൻസിഡൻസിൻ്റെ ഫലമായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അവരത്രത്തോളം വിശ്വസിച്ച അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് കൊണ്ട് നടന്നിരുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളൊക്കെ തന്നെയായിരിക്കാം അവരോടൊരു ചീറ്റിംഗ് കാണിച്ചിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും ഒരു റിയൽ ഫേസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് നിങ്ങളെ ഒരു മെൻ്റൽ പ്രഷറിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഭാഗ്യാനുഭവങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും എടുത്തു പറയാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തി, നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി, അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരാളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആവാം, അല്ലെങ്കിൽ അത്രയും കാര്യമായിട്ട് കൊണ്ടു നടന്നിരുന്ന സൗഹൃദങ്ങളാവാം. അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ളൊരു റീയൂണിയൻ തന്നെയാണ് നമുക്കിവിടെ പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു ബന്ധം തീർത്തും ഒരു ഡെഡ് എൻഡായി പോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇനി അത് തിരിച്ചു കിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കാലാവധി കഴിഞ്ഞു, ഇനി അത് നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വളരെ വിഷമത്തോടെയാണെങ്കിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു ബന്ധമായിരിക്കാം. പക്ഷെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് പൂർണ്ണമാക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തത് ഈ ഒരു സെക്കൻഡ് പൈലാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു വ്യക്തിയെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് കരുതുന്ന തരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്, ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ചില ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എപ്പോഴെങ്കിലും ഈ ഒരു ലൈഫ് അവസാനിക്കുന്നതിന് മുൻപ് നടത്തിയെടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാവുന്നുണ്ട്. അത് ഒരുപക്ഷെ ബാല്യകാലം മുതലേ നിങ്ങൾ ചിലപ്പോൾ പോകാനായിട്ട് ആഗ്രഹിച്ച ചില സ്ഥലങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ചില വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റികളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വാങ്ങണം എന്നുള്ളതായിരിക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ചില കാര്യങ്ങൾ വളരെ കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നു, പക്ഷേ ജീവിതത്തിൻ്റെ പ്രാരാബ്ധവും മറ്റുള്ള തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നടത്തിയെടുക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ സിംഗിളായിട്ടുള്ള വ്യക്തികളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് വിവാഹാലോചന നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒന്നും നടക്കുന്നില്ല, വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എങ്ങനെയാണോ അത്തരത്തിൽ നിങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തേടി നടന്നിരുന്ന എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു സോൾ കണക്ഷനുള്ളൊരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു അഡ്വൈസായിട്ട് വന്നിരിക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ളൊരു ഓവർ കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഒന്നും ലഘൂകരിച്ച് കാണാതിരിക്കുക, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും അത്ര വലിയ പ്രശ്നമല്ല, അല്ലെങ്കിൽ അതെനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ വിചാരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല അതിൻ്റെ ഒരു റിയൽ കളർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓവർ കോൺഫിഡൻസ് മാറ്റിവെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡെയിലി റുട്ടീൻ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്.